കേരളം ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. ഇത് ചർച്ച ചെയ്യേണ്ട സമയം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞു. ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായ ഒരു സംഭവമല്ല. കേരളത്തില് ഇത് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ 25 വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിൽ തെളിവോടുകൂടി നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് ഈ മതപരിവർത്തനവും അതുമായിട്ടുമുള്ള ഈ ആത്മഹത്യകളും അതുമായിട്ടുള്ള പീഡനങ്ങളുമെല്ലാം. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളം ഇതിന്റെ മുമ്പിൽ കണ്ണടക്കുകയാണ്. കേരളത്തില് ശരിക്കും പറഞ്ഞാല് മതത്തിന്റെ പേരില് കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അറിയാമെങ്കിലും കേരളത്തിൽ അത് നടക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ പിൻവാങ്ങുകയാണ്. ശരിക്കും ഈ കാര്യത്തിലൊക്കെ സർക്കാർ മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചു. കാരണം നമ്മുടെ യുവജനങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മളുടെ ഒരു രാഷ്ട്രത്തിന്റെ ഭാവി എന്ന് പറയുന്നത് തന്നെ യുവജനങ്ങളാണ്. ആ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രീതിയിലാണ് ഇന്ന് മതപരിവർത്തനം മൂലമുള്ള പീഡനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളം ചർച്ച ചെയ്യണം, അടിയന്തരമായിട്ട് ചർച്ച ചെയ്യണം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്, നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം ഇതിൽ ഇടപെടേണ്ട സമയം കഴിഞ്ഞു. ഇനിയും ഇത് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയൊരു വിപത്തിലേക്കാണ് നമ്മുടെ യുവജനങ്ങളെ ഈ മതപരിവർത്തനവും അതിന് മൂലമുണ്ടാകുന്ന പീഡനങ്ങളും കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഈ ചെറുപ്പക്കാരൻ റമീസിന്റെ മാതാപിതാക്കളെ കൂടി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അവർക്കുള്ളൊരു പങ്കും ഇതിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ ഒരു നിയമ നടപടിയിലേക്ക് കടക്കുന്നതും. മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇതിൽ ഒരു പങ്കുള്ളതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഈ റമീസിനും കുടുംബത്തിനും മാത്രമാണോ ഈ ഒരു മതപരിവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ മതം മാറ്റുന്ന കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണോ താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ ഒരു വലിയൊരു ഒരു സംഘടനകൾ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മളെ 2009 നമ്മളുടെ ജസ്റ്റിസ് KT ശങ്കരന്റെ വിധിന്യായത്തിൽ തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള അല്ലെങ്കിൽ SDPI പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറെ സ്ഥാപനങ്ങളുടെ പേര് തന്നെ അദ്ദേഹം ആ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. ഇന്ന സ്ഥാപനങ്ങൾ ഇതിന്റെ പുറകിൽ, പക്ഷെ വ്യക്തമായ തെളിവുകളില്ല. കോടതിക്ക് തെളിവുകളാണ് വേണ്ടത്. പക്ഷെ സമൂഹത്തിന്റെ മുൻപിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും ധാരാളം സ്ഥാപനങ്ങൾ, പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഇതിവിടെ നടക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങൾ, ഞാൻ പറയുന്നത് ഒരാളുടെ ഒരു മതപരിവർത്തനം എന്ന് പറയുന്നത് അത് അവരുടെ കുറെ നേട്ടങ്ങൾക്ക് വേണ്ടി, ധനപരമായോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ നിർബന്ധിച്ച് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു പറ്റം സംഘടനകൾ നമ്മുടെ കേരളത്തില് ഇന്ന് ഭയങ്കര സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് തന്നെയാണ് അവർ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അവര് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ ജോലിപരമായ കാര്യങ്ങളിൽ ഇവിടെ വരുന്ന കുട്ടികളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ സംഘടനകളുണ്ട്. ആ സംഘടനകളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം അവിടെ നടത്തണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളുടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു അന്വേഷണം വന്നാൽ പോലും തന്നെ കേരളത്തിൽ നിന്ന് വേണ്ട രീതിയിൽ അതിന് ഇടപെടലുകൾ ഉണ്ടാവുകയോ അതിനുള്ള കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് നൽകാനോ കേരളം ഇന്ന് വരെ തയ്യാറായിട്ടില്ല. നമ്മൾ കണ്ടല്ലോ, ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ നമ്മുടെ മുൻപിൽ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിനെ പോലും പുച്ഛിച്ചു തള്ളുകയാണ് കേരളത്തിലെ സർക്കാർ. ആ യാഥാർത്ഥ്യം പോലും അംഗീകരിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറല്ല. അപ്പൊ ഇത് വളം വെച്ചു കൊടുക്കുന്നത് ആർക്കാണ്? ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്ന സംഘടനകൾക്കാണ് ഈ കേരള സർക്കാരിന്റെ ഈ ആറ്റിറ്റ്യൂഡ് വളം വെച്ചു കൊടുക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.